നിയമസഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നാണ് ആരംഭിക്കുക. ബജറ്റിൽ അവഗണിക്കപ്പെട്ട മേഖലകളെപ്പറ്റിയും ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും ചർച്ചയിൽ അഭിപ്രായങ്ങളുണ്ടാകും. അതേസമയം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഇന്ന് പരിഗണിക്കും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിയമസഭയിൽ നിന്ന് പുറത്തുവരാനുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം 29-നാണ് സംസ്ഥാന ബജറ്റ് കേരള നിയമസഭ അവതരിപ്പിച്ചത്. ആ സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ്. ഇന്നു മുതൽ 3 ദിവസം നീണ്ടു നിൽക്കും ഈ പൊതുചർച്ച. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം, എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ച വിശദമായ ചർച്ച 3 ദിവസം നടക്കും. ബുധനാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ ഈ ചർച്ചകൾക്ക് മറുപടി പറയും. ആ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ആ പ്രഖ്യാപനത്തിൽ വരും. ആ ബജറ്റിന്മേൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ കേന്ദ്ര ബജറ്റിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും സഭയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതങ്ങനെ നിൽക്കുന്നു. അത് സഭയുമായി ബന്ധപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ 2 MLA-മാർ, നജീബ് കാന്തപുരം MLA-യും ഒപ്പം CR മഹേഷ് MLA-യും സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരുന്നിരുന്നു. സഭ കഴിഞ്ഞ ദിവസം, അതായത് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ പശ്ചാത്തലത്തിൽ അവർ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിച്ചു. ആ സത്യാഗ്രഹ സമരം ഇന്ന് പുനരാരംഭിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റേതെങ്കിലും വഴിയിൽ ഈ സഭയ്ക്കുള്ളിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കണം, അദ്ദേഹത്തിന്റെ MLA സ്ഥാനം അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട DK മുരളിയാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി ഇന്ന് ചേരുന്ന പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് അയോഗ്യനാക്കണോ എന്നത് സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനവും ഇന്ന് നിയമസഭയിൽ നിന്ന് പുറത്തു വരും. നിയമസഭയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, സഭാതലം കലുഷിതമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മറ്റൊന്ന്, സഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനവും ഉണ്ടായേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.